KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ട് തള്ളി കെ സുധാകരൻ. പ്രസിഡന്റ് സ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല, സ്ഥാനത്ത് തുടരില്ലെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്നും ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിലേക്ക് ആദ്യം. ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഒരുപാട് മണിക്കൂർ നേരം അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സംഘടനാ ശക്തി, കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെൻ്റെ തീരുമാനമാണ്. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ മുതൽ വീണ്ടും ഈ വാർത്തകൾ KPCC അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന സൂചനകൾ, അതിന്റെ അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിൽ ചില പേരുകൾ ഉൾപ്പെടെ ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്നതിന്റെ പേരുകൾ ഉൾപ്പെടെ കേൾക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ അതൊക്കെ നിഷേധിക്കുകയാണോ കെ സുധാകരൻ? അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ മാറ്റുന്നതിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ആരോടും താൻ സംസാരിച്ചിട്ടില്ല, ആരും തന്നോടും സംസാരിച്ചിട്ടില്ല എന്നാണോ കെ സുധാകരൻ പറഞ്ഞത്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമോ, അത്തരം ചർച്ചകൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ടോ എന്ന ആ തലങ്ങളിലാണ് ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുതൽ സജീവമായ അത്തരം ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട്. അത് പൂർണ്ണമായും തള്ളുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇന്നലെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി ഡൽഹിയിൽ കെ സുധാകരൻ ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. മറ്റ് കേരളത്തിലെ സംഘടനാപരമായിട്ടുള്ള അത്തരം തലങ്ങളിലുള്ള ചർച്ചകളൊക്കെ വിശദമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അധ്യക്ഷ സ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന തനിക്ക് അഖിലേന്ത്യാ നേതാക്കൾ നൽകിയിട്ടില്ല. അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നതാണ് കെ സുധാകരൻ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ട്. അതിനിടെ തിടുക്കപ്പെട്ട് KPCC അധ്യക്ഷനെ മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കെ സുധാകരൻ്റെ പ്രതികരണവും ആ തലങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ അത്തരം എന്തെങ്കിലും ചർച്ച നടന്നിട്ടില്ല, മറ്റാരുടെയെങ്കിലും പേര് താൻ നിർദ്ദേശിച്ചിട്ടില്ല, തുടരാൻ സാധിക്കില്ല എന്ന തരത്തിൽ താൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ ചർച്ചയിൽ അത്തരം കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടില്ല എന്നതാണ് കെ സുധാകരൻ എന്തായാലും പറയുന്നത്. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും AICCയുടെ പരിഗണനയിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ തിടുക്കപ്പെട്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോകില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അധ്യക്ഷന്റെ പ്രതികരണവും ആ തലത്തിൽ തന്നെയാണുള്ളത്. ശരി, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് കെ സുധാകരൻ. മാറുന്നതുമായി ബന്ധപ്പെട്ട് തന്നോട് ആരും സൂചിപ്പിച്ചിട്ടില്ല, എന്നാൽ തുടരില്ല എന്ന് താനും ആരോടും പറഞ്ഞിട്ടില്ല, ആരുടെയും പേരും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. പക്ഷേ അത്തരം നീക്കങ്ങളിലേക്ക് ദേശീയ നേതൃത്വം കടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്.